എല്ലാ കൂട്ടുകാർക്കും അച്ചൂസ് ഫ്ലേവറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ വിഷുവൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് സൈഡായിട്ട് പച്ചമാങ്ങ വെച്ചിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും പ്രിപ്പറേഷനും നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിനായിട്ട് വേണ്ടുന്നത് ഒരു മാങ്ങയുടെ ഒരു കഷ്ണം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് തൊലിയോടുകൂടി തന്നെയാണ് എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടുന്നത് ഒരു 10-15 ചെറിയ ഉള്ളി വേണം, ഒരു തണ്ട് കറിവേപ്പില, ആവശ്യമായ ഉപ്പ്, പിന്നെ ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതേപോലെ അരിഞ്ഞെടുത്തത്, പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു കപ്പ് തേങ്ങ. ഇത്രയാണ് ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ ഈ മാങ്ങ ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് മുറിച്ചെടുക്കണം. മാങ്ങ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ചെറിയ ഉള്ളി നമുക്കൊന്ന് ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കണം. ഉള്ളിയും മാങ്ങയും ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു മണ്ണിൻ്റെ ചട്ടിയാണ് എടുത്തേക്കുന്നത്. അത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. മൺചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. പച്ചമണം മാറിയതിന് ശേഷം പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന കറിവേപ്പിലയും ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറിയ ഉള്ളിയുടെ കളറൊന്ന് ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ഉള്ളിയെല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ കൂടെ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് മാങ്ങ കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. മൂടി വെച്ചിട്ട് ഒരു ചെറിയ തീയിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം മാങ്ങ ഇതേപോലെ ഒന്ന് തൊലിയെല്ലാം കളഞ്ഞിട്ട് ഒന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 3-4 ഇതള് കറിവേപ്പിലയും എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു പച്ചമുളകും ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ അരപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അധികം അരഞ്ഞു പോകണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇതേപോലെ നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങയും ഉള്ളിയും വെന്ത അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മാങ്ങ വെന്തോന്ന് നോക്കാം. അപ്പോൾ മാങ്ങയെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പുണ്ടോ എന്ന് നോക്കുക. ഉപ്പില്ലെങ്കിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കിതെല്ലാം ഒന്ന് ആവി കയറ്റി എടുക്കാനുണ്ട്. ഇപ്പോൾ ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി തുറന്ന് നോക്കാവുന്നതാണ്. ഇപ്പോൾ ആവിയെല്ലാം കയറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ഇങ്ങനെ തോരൻ പോലെ തന്നെ വേണമെങ്കിൽ കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇതിലേക്ക് തൈര് ചേർത്തിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് തൈര് കൂടെ ചേർത്തിട്ടൊന്ന് നോക്കാം. ഞാനിതിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ തൈര് ചേർത്തില്ലെങ്കിലും ചേർത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ പ്രാവശ്യത്തെ വിഷുവിന് സൈഡ് ഡിഷായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടാണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു ആൻഡ് ബൈ ബൈ.